വിശ്വാസി സമൂഹത്തിൻ്റെ എല്ലാവർക്കും യേശുനാമത്തിൽ നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലേക്കാണ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ആകുവന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അല്ല, ഒന്നുകൂടെ പറയാം. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉള്ളവാകുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ. ഈ വാക്കുകൾ നമ്മൾ എഴുതിയിരിക്കുന്ന പ്രകാരം നമ്മൾ ഇതിൻ്റെ പറ്റിയൊന്ന് ചിന്തിക്കുമ്പോൾ ഇത് വളരെ ഒരു ലളിതമായ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കുകളാണ്. ആ വാക്കുകൾ പ്രകാരം നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ നമ്മളെ പഠിപ്പിക്കുന്ന യാക്കോബ് ഈ വചനത്തിൽ കൂടെ നമ്മളെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഈ പ്രകാരമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷകൾ, ദുരിതങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതൊക്കെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടാതെ, അത് നിരാശയ്ക്കൊരു കാരണമാകാതെ, അത് ആനന്ദത്തിൻ്റെ ഒരു ദൃഷ്ടിയിൽ കൂടി നമ്മളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതായത് ഇതിൻ്റെ അർത്ഥം നമുക്ക് ദുഃഖവും സുഖവും ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയാണ്. ദുഃഖമുണ്ടെങ്കിൽ മാത്രമേ സുഖമുള്ളൂ. പരീക്ഷ നേരെ മറിച്ച് യഹോവയുടെ ഈ പറയുന്ന പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരവസരം നമുക്ക് തരുന്നത്. അതായത് ഈ പദത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പലവിധ പരീക്ഷകളിൽ നമ്മൾ അകപ്പെടുന്നു. പലവിധ പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് അസുഖത്തിൻ്റെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, സാമ്പത്തിക പ്രയാസത്തിൻ്റെ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു, കുടുംബപരമായിട്ടോ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അതുപോലൊപ്പം തന്നെ നമുക്ക് വിക്ടിമൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ അംഗീകരിക്കാത്ത ഒരവസ്ഥയിൽ വരുന്ന അങ്ങനത്തെ പരീക്ഷകൾ നമുക്ക് വരുന്നു. ആത്മീയമായ പ്രയാസങ്ങൾക്കുള്ള പരീക്ഷകൾ നമുക്ക് വരുന്നു. ഇങ്ങനെയുള്ള പരീക്ഷകൾ നമുക്ക് പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ആ സമയത്തെല്ലാം നമ്മുടെ വിശ്വാസത്തിനെ പരിശോധന ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ നമ്മൾ കാണുന്നത്, നമ്മൾ തുറന്ന ഹൃദയത്തോടുകൂടി ആനന്ദിക്കാൻ പഠിക്കണം. അതാണ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്. ഈ പരീക്ഷകളെല്ലാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആനന്ദിക്കാൻ പഠിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ അതായത് അതൊരു ഭാവനയിൽ കൂടിയല്ല, അത് നേരെ മറിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ തീരുമാനമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ ഒരു പരിസ്ഥിതി മാത്രമല്ല, ആനന്ദിക്കുന്ന ഒരു പരിസ്ഥിതിയല്ല നേരെ മറിച്ച് നമ്മുടെ യഹോവയുടെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കണം എന്നാണ് ആനന്ദിക്കുന്നതാണ് നമുക്കവിടെ കാണേണ്ടത്. ഇതിൽ തന്നെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2, 3, 4 നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ വിശ്വാസത്തിനെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ അതായത് നമ്മുടെ പേഷ്യൻസിന് അവിടെ നമ്മൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അവിടെ കണക്കിലെടുക്കുന്നത്. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷമ എന്തുമാത്രമുണ്ട്, അതാണ് നമ്മളെ അവിടെ കണക്കിലെടുക്കപ്പെടുന്നത്. പരീക്ഷ വരുമ്പോൾ നമുക്ക് ക്ഷമ നമ്മളിൽ ഉണ്ടാകണം. ക്ഷമ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി നമുക്ക് അവിടെ ഉണ്ടാകും. മെച്യൂരിറ്റി അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ആത്മീയ പൂർണ്ണത നമ്മളിൽ ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ യഹോവ നമ്മളെ പരീക്ഷകളിൽ നമ്മളെ അകപ്പെടുത്തുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് തകർക്കാൻ വേണ്ടിയല്ല, നമ്മുടെ ആത്മീയപരമായിട്ടും മാനസികപരമായിട്ടും നമ്മളെ തകർക്കാനല്ല, നേരെ മറിച്ച് നമ്മളെ യഹോവയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷകൾ നമുക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, നമ്മൾ സ്വർണം ശുദ്ധീകരിക്കണം സമയത്ത് അത് തീയിൽ ഇട്ട് കഴിയുമ്പോൾ ആ തീയിൽ കൂടി അത് ശുദ്ധമായി
വരുമ്പോൾ നല്ല ഒരു സ്വർണ്ണമായി അത് മാറുന്നു, അതിൻ്റെ അശുദ്ധികൾ മാറുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ പരീക്ഷകളിൽ അകപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശുദ്ധത നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ ശുദ്ധതയാണ് നമുക്ക് ഈ സ്വർണത്തിൻ്റെ കൂട്ട് നമ്മുടെ ശുദ്ധമുള്ള സ്വർണ്ണമായതുപോലെ നമ്മുടെ ശുദ്ധമുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ തീയില്ലാതെ സ്വർണത്തിനെ അശുദ്ധമായ സ്വർണത്തിനെ ശുദ്ധമാക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ നമ്മുടെ പരീക്ഷകളില്ലാതെ നമ്മുടെ വിശ്വാസത്തിനെ പരിശോധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വരണമെന്നുണ്ട്, നമുക്ക് നല്ല ഉറപ്പുള്ള വിശ്വാസം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയും നമുക്ക് അതുപോലെ ഉണ്ടാകണം. യഹോവ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് തീയും കൊണ്ട് നമ്മളെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മുടെ യഹോവയുടെ വിശ്വാസം അല്ലെങ്കിൽ കെട്ടുറപ്പ് നമ്മൾ വളർത്തുക ചെയ്യുന്നത്. അതായത് പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ യഹോവയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നേരെ മറിച്ച് നമ്മൾ ഒരു കൃഷിക്കാരന് അദ്ദേഹത്തിൻ്റെ ധാന്യം ഉണ്ടല്ലോ മണ്ണിൽ ഇടുമ്പോൾ അത് അന്ധകാരത്തിലും ഒരു പ്രഷറിലുമാണ് അത് ആ മണ്ണിൻ്റെ അകത്ത് അകപ്പെടുന്നത്. ആ പ്രഷറും മണ്ണിൻ്റെ അകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ ആ പ്രഷറിൽ കൂടെ ആ അന്ധകാരത്തിൽ നിന്ന് അത് വളർന്നു വരുമ്പോൾ നല്ലൊരു ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് അത് വരുന്നത്. അപ്പോൾ ആ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം നമ്മളുടെ മണ്ടയിൽ യഹോവയുടെ പരീക്ഷകളുടെ അന്ധകാരവും പരീക്ഷയുടെ പ്രഷറും നമ്മുടെ മണ്ടയിൽ ആ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദം നമുക്ക് ഒരു നല്ല ഫലമുള്ള ഒരു വിശ്വാസത്തിൻ്റെ നല്ല ഒരു ഫലമുള്ളതായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ പരീക്ഷയിൽ നമുക്ക് പരീക്ഷയിൽ അകപ്പെടുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ആ പിള്ളേർ നല്ല രീതിയിൽ പരീക്ഷ നിന്ന് വിജയിച്ച് അവനെ തന്നെ നല്ലൊരു ഒരു സ്റ്റുഡൻ്റായി മാറുവാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ യോഗ്യത അവിടെ സ്പഷ്ടമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നമ്മുടെ പരീക്ഷയിലകപ്പെട്ട് നമ്മളെ യോഗ്യനാക്കി തീർക്കുവാൻ നമുക്കവിടെ സാധിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ യഹോവ നമ്മളെ എല്ലാ രീതിയിലുള്ള പരീക്ഷയിൽ ഇട്ടിട്ട് നമ്മളെ നമ്മുടെ ആത്മീയ കെട്ടുറപ്പിനെ വളർത്തിയെടുക്കുവാനായിട്ടാണ് നോക്കുന്നത്. നമുക്ക് കാണുമ്പോൾ പലതവണ കാണുമ്പോൾ പരീക്ഷ ഒരു അസാമാന്യമായ ഒരു അവസ്ഥയല്ല. നേരെ മറിച്ച് നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ സാമാന്യമായ ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു അവസ്ഥയല്ല, നേരെ മറിച്ച് അത് ഒരു ഉദ്ദേശങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ഉദ്ദേശങ്ങളാണ് നമ്മുടെ ആനന്ദിക്കുക എന്നുള്ളത്. അതേസമയം അതോടൊപ്പം തന്നെ നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാനായിട്ട് പഠിക്കണം. അതായത് ക്ഷമയുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ ആത്മീയപരമായ നമ്മുടെ മെച്യൂരിറ്റി നമ്മൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വെച്ച് പഠിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഈ വചനം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം നമുക്ക് പരീക്ഷകളിൽ അകപ്പെടുന്നു, എന്തുമാത്രം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, എന്തുമാത്രം കംപ്ലയിൻറ്റ്സ് നമുക്കുണ്ടാകുന്നു, അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥനയിൽ മുഴുകി നിന്ന് നമ്മൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിനെ ധരണം ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പേടിക്കുന്നതിന് പകരം എന്തുമാത്രം നമ്മൾ പേടിക്കുന്നു അത്രമാത്രം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നിരാശയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജീവിതത്തിൻ്റെ ആത്മീയ ആശ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് നമ്മളെ ഈ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വളരുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ ഈ പരീക്ഷയിൽ നിന്ന് നമ്മളെ കരകയറ്റത്തുള്ളൂ. നമ്മളെ അവിടെ വെച്ച് സ്വർണ്ണം ശുദ്ധമാക്കി എടുക്കുന്ന പോലെ നമ്മളെ ആത്മീയപരമായി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ എടുക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വചനം നമുക്ക് എപ്പോഴും പ്രയോജനപരമായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിനും നമുക്കും ഈ വചനത്തിൽ കൂടെ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന പരീക്ഷകളിൽ നിന്ന് നമ്മൾ ആനന്ദിക്കുക എന്നുള്ളതാണ്. ആക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം
നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ വചനത്തിനെ മുറുക്കി പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.